സ്കൂൾ തുറക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ കുട്ടികളെ വരവേൽക്കാൻ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. വ്യത്യസ്തമായ തരത്തിലുള്ള പരിപാടികളാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും അനഘ തയ്യാറാക്കിയ റിപ്പോർട്ട്. രണ്ട് മാസത്തെ മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുകയാണ്. അറിവിൻ്റെ മധുരം നുകരുന്നതിനായി സ്കൂളുകളിലേക്ക് എത്താനിരിക്കുന്നത് നിരവധി കുട്ടികളാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ഗിരിനഗർ LP സ്കൂളിലാണ്. ഇവിടുത്തെ ഒരു ഒരുക്കങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ നാളെ പുതിയ കുട്ടികൾ അവരുടെ പ്രവേശനോത്സവമാണ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളിലാണ്, അലങ്കരിക്കുന്നു. കളർഫുള്ളായിട്ടുള്ള ബെഞ്ചുകൾ, കുട്ടികളെ വരവേൽക്കുന്നതിനായി അവർക്ക് നല്ല ഭംഗിയുള്ള പുഷ്പങ്ങൾ, അങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് സംസ്ഥാനത്തെ ഓരോ സ്കൂളുകളിലും പ്രവേശനോത്സവവും അതിൻ്റെ ബാക്കി പരിപാടികളുമൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാളെ കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ അവർക്കെന്നും മനസ്സിൽ ഓർക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ കാലവും അവരുടെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ ഭംഗിയാക്കുന്ന രീതിയിലാണ് ഓരോ സ്കൂളുകളും ഈ പ്രവേശനോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള അതിൻ്റെ ക്രമീകരണങ്ങളിലും ബാക്കി പരിപാടികളിലുമൊക്കെയായി എത്തി നിൽക്കുന്നത്. എവിടെ വരെയായി അതിൻ്റെ ഒരുക്കങ്ങൾ, മറ്റ് പരിപാടികൾ എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. വ്യത്യസ്ത നിറത്തിലുള്ള ബലൂണുകൾ നിറച്ചും തോരണങ്ങൾ കെട്ടിത്തൂക്കിയും നാളെ നടക്കാനിരിക്കുന്ന പ്രവേശനോത്സവത്തെ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗിരിനഗർ LP സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് ഇത്തവണയും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളുടെ സ്കൂള് LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഒരു LP സ്കൂളാണ്. ഇവിടെ ചെറിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ അവരെ ആകർഷണീയമായ രീതിയിൽ സ്കൂളിലേക്ക് വരുത്താനുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അവരെ ബലൂണുകൾ നൽകി വരവേൽക്കുക, അതുപോലെ കളഭം തൊട്ട് അവരെ സ്കൂളിലേക്ക് വരവേൽക്കുകയും തുടർന്ന് മധുരപലഹാരങ്ങൾ നൽകുകയും തുടർന്ന് അവർക്ക് ഫോട്ടോ എടുക്കാനായിട്ടൊരു സെൽഫി കോർണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകർഷണീയമായ രീതിയിൽ ഞങ്ങൾ സ്കൂൾ ഒരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി അധ്യാപകരും രക്ഷിതാക്കളും PT അംഗങ്ങളും ജനപ്രതിനിധികളുമെല്ലാം സജീവമായി സ്കൂളിൽ തന്നെയുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കേറെ പ്രിയമുള്ളതാണ് ആകർഷകമായ നിറങ്ങൾ. പലതരത്തിലുള്ള നിറങ്ങളോട് കൂടിയ ബെഞ്ചുകളാണ് ക്ലാസ് മുറിയിലെ ഒരു പ്രധാന ആകർഷക ഘടകം. അതോടൊപ്പം കുട്ടികൾക്ക് തങ്ങളുടെ ചിത്രം പകർത്താൻ ഒരുക്കിയിരിക്കുന്ന സെൽഫി കോർണറും വിദ്യാലയത്തിലെ മറ്റൊരു പ്രത്യേകതയാണ്. അറിവിന്റെ മുറ്റത്തേക്ക് കാലെടുത്തു വെക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പൂക്കളും മിഠായികളും സമ്മാനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട കഥാപുസ്തകങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കൂട്ടുകാരെ കാണാൻ സാധിക്കുന്ന സന്തോഷം പങ്കുവെക്കാനും കുട്ടികൾ മറന്നില്ല. അവരുടെ ഇനി അടുത്ത ദിവസം തിങ്കളാഴ്ച ഇങ്ങോട്ട് സ്കൂളിലോട്ട് പഠിക്കാൻ വരുമ്പോൾ അവരുടെ പഠിക്കാനും കളിക്കാനൊക്കെ പറ്റും. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി നിരവധി കുട്ടികളാണ് നാളെ വിദ്യാലയങ്ങളിലേക്ക് എത്തുന്നത്. അറിവിൻ്റെ മധുരം നുണയാനെത്തുന്ന എല്ലാ കുരുന്നുകൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. ക്യാമറ പേഴ്സൺ സനോജ് പയ്യന്നൂരിനൊപ്പം അനഘ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.